കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രായേൽ ഈ പറയപ്പെടുന്ന ലെബനൻ എന്ന് പറയുന്ന പ്രദേശത്ത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. കനത്ത ആക്രമണമാണ്. അവിടെയുള്ള ഹിസ്ബുള്ളയൊക്കെ ഉന്നമിച്ചുകൊണ്ടാണ് ആ ഒരു ആക്രമണം നടത്തുന്നത് എങ്കിൽ പോലും ഫലസ്തീനിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഈ പറയപ്പെടുന്ന ലെബനനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിരപരാധികളായ ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടുന്നു. ആ നിരപരാധികളായ മനുഷ്യരിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. ഇസ്രായേൽ നടത്തുന്ന ശക്തമായ ആക്രമണത്തിൻ്റെ ഭാഗമായി ഒരുപാട് വീടുകൾ തകർക്കപ്പെട്ടു, ഒരുപാട് കെട്ടിടങ്ങൾ, അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണമാണ്. എന്നാൽ ഈ ലെബനൻ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ മുസ്ലിമീങ്ങൾ മാത്രമല്ല താമസിക്കുന്നത്, ക്രൈസ്തവരായ ഒരുപാട് സഹോദരങ്ങൾ താമസിക്കുന്നുണ്ട്. ഒരുപാട് ആരാധനാലയങ്ങൾ, ക്രൈസ്തവ ആരാധനാലയങ്ങൾ ഈ പറയപ്പെടുന്ന ലെബനനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഈ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടുത്തെ ഒരുപാട് ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തിനേറെ നമുക്കറിയാം, എനിക്ക് തോന്നുന്നൊരു 1-2 മാസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. ലെബനനിൽ ഒരു ക്രൈസ്തവ പുരോഹിതൻ ഇതുപോലെ ഒരു ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. മാർപ്പാപ്പ പോലും ആ ഒരു വിഷയത്തിൽ ദുഃഖാചരണമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അത്തരത്തിൽ ആ ഒരു ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെയും ക്രൈസ്തവ ജനതയ്ക്ക് നേരെയും ഇത്തരത്തിൽ ഇസ്രായേൽ ഒരു ആക്രമണം അഴിച്ചുവിടുന്ന സമയത്ത് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കാൻ ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കാസാക്കുട്ടന്മാരൊന്നും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഇവന്മാരൊന്നും ഇത് കണ്ട മട്ടേയില്ല. ഇതാണ് ഇവന്മാരുടെ നല്ല ഒന്നാം തരം ഇരട്ടത്താപ്പ്. ഇനിയാണ് ഞാൻ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നത്. ഇന്നൊരു സംഭവം ഉണ്ടായി. അത് ചെറിയൊരു സംഭവമൊന്നുമല്ല, ലോകത്താകമാനം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ആ ഒരു സംഭവം കാരണമായിട്ടുണ്ട്. ലെബനനിൽ ഒരു ഇസ്രായേൽ പട്ടാളക്കാരൻ ലോകത്ത് വരുന്ന കോടിക്കണക്കിന് വരുന്ന ക്രൈസ്തവ വിശ്വാസികൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആരാധനയോടുകൂടി കാണുന്ന യേശുവിൻ്റെ ഒരു പ്രതിമ അടിച്ചു തകർത്തു. അതും വെറുതെ അടിക്കുന്നതല്ല, ഒരു വലിയൊരു ചുറ്റിക കൊണ്ട് ആ യേശുവിൻ്റെ പ്രതിമയുടെ മുകളിൽ, പ്രത്യേകിച്ച് തലയുടെ ഭാഗത്ത് ആഞ്ഞടിക്കുന്ന ഒരു ചിത്രമാണത്. അടിയുടെ ഭാഗമായ പ്രതിമ താഴേക്ക് വന്ന് നിലം പൊത്തി വീഴുന്നുണ്ട്. ഈ ചിത്രം ആരോ പകർത്തുകയും അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായി മാറി. നോക്കൂ, ആ പ്രതിമ അടിക്കുന്ന ആ ഒരു പട്ടാളക്കാരൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും യേശുവിനോട് എത്രമാത്രം വൈരാഗ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കതൊരു കേവലം ഒരു പ്രതിമ എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. കാരണം ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് അവർ അത്രയധികം വളരെ ആദരവോടുകൂടി അല്ലെങ്കിൽ ആരാധിക്കുന്ന ആ ഒരു യേശുവിൻ്റെ ആ ഒരു ചിത്രത്തെയാണ് അല്ലെങ്കിൽ ഒരു ശില്പത്തെയാണ് ഇത്തരത്തിൽ ഈ ഒരു ജൂത പട്ടാളക്കാരൻ തച്ചു തകർക്കുന്നത്. ഈ തകർക്കപ്പെട്ട ആ ഒരു പ്രതിമ, യേശുവിൻ്റെ പ്രതിമ, അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാനത് പ്ലേ ചെയ്ത് കാണിക്കാം. 16/12/2025 آخر السنة. هذا كسرين الصليب هلا لميناه حطيناه على جنب منطقة الدورة حد مستشفى مر يوسف. ليه؟ لأنه حاطين نحن أغاني ميلاد، تراتيل الميلادية، فمدري أي آدمي صار في كتير لأنه وجوه غريبة بالمنطقة وبالحي. صار له الصليب أكتر من 15 سنة محطوط، جايين كاسرينه. نعمل فتنة؟ أكيد لا. കണ്ടില്ലേ, ആ ഒരു പട്ടാളക്കാരൻ അടിച്ചു തകർത്ത ആ യേശുവിൻ്റെ പ്രതിമ താഴെ നിലത്ത് കിടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ പ്രസിഡൻ്റായ ബെഞ്ചമിൻ നെതന്യാഹുവും അതോടൊപ്പം IDFും ഒക്കെ കുറേ ന്യായീകരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സംഭവം വിവാദമായതോടുകൂടി ഇത് അങ്ങേയറ്റം തെറ്റായ ഒരു കാര്യമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഞങ്ങളെല്ലാ മതക്കാരെയും ഒരുപോലെ കാണുന്നവരാണ് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളാണ് ബെഞ്ചമിൻ നെതന്യാഹുവും IDFും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് ഈ സംഭവം ആദ്യം ഇവന്മാർ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇസ്രായേലിലെ ഒരു IDF ആയിട്ടുള്ള ഒരു പട്ടാളക്കാരൻ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പിന്നീട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. നമുക്കിതൊരു ഒറ്റപ്പെട്ടൊരു സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പും ഇത്തരത്തിൽ IDFിലെ ഈ പട്ടാളക്കാരന്മാർ, ജൂത പട്ടാളക്കാരന്മാർ ഇതിനു മുമ്പും നിരന്തരമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇവന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പല ക്രിസ്ത്യൻ പള്ളികൾ തകർത്തിട്ടുണ്ട്. ആ ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി മോശമായ പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്തരത്തിൽ ആ യേശുവിനോടും അതോടൊപ്പം ഈ ക്രൈസ്തവ ചർച്ചുകളെയും ഒക്കെ ആക്രമിക്കുന്ന ആ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജൂതരാഷ്ട്രത്തിനാണ് ഒരു ക്രൈസ്തവ രാജ്യമായിട്ടുള്ള അമേരിക്ക പിന്തുണ കൊടുക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിക്കാം. ഇസ്രായേലിലെ പട്ടാളക്കാർ ഒരു ചർച്ചിനെ, അതായത് ഒരു ക്രൈസ്തവ ഒരു പള്ളിയെ
ബാത്റൂമാക്കി മാറ്റി. മാത്രമല്ല അതിനകത്തുണ്ടായിരുന്ന യേശുവിൻ്റെ പ്രതിമ അവന്മാർ തച്ചു തകർക്കുകയും ചെയ്തു. ഒരു മാധ്യമ പ്രവർത്തക ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഞാൻ ആ ദൃശ്യം നിങ്ങളൊന്ന് കാണിക്കാം. Border village of Sarada, and I want to show you how badly this church has been absolutely desecrated by the Israeli forces. You can see here that there's a bunch of graffiti on the wall, but I think actually that's probably the least offensive thing that we have seen in this church. You can see that the pews have been put together seemingly for soldiers to sleep there. There's also trash across the floor. There's toilet paper, water bottles, condiments, whatever you'd like. But I think one of the most offensive things that we have found in this church is the desecration of religious figurines. So this would have been Jesus. His head is cut off there. Residents tell me that that looks intentional, not part of an explosion or any fighting that may have taken place in this village. This is the Virgin Mary. Her face seems to have been cut off. You can also see baby Jesus over there, his arm cut off. ഇനി ഇതോടൊപ്പം ലെബനനിലെ ഒരു ക്രൈസ്തവ ആരാധനാലയം അത് തകർക്കപ്പെട്ട ഒരു ദൃശ്യം കൂടി കാണിക്കാം. മുഴുവനായിട്ടും അടിച്ചു തകർത്തിട്ടുണ്ട്. ആ പള്ളി മുഴുവനും തകർന്നു തരിപ്പണമായി കിടക്കുകയാണ്. ഇനി ഇത് മറ്റൊരു സംഭവമാണ്. ഇതുപോലെ തന്നെ 2024 സെൻറ് ജോർജിൻ്റെ ഒരു പ്രതിമ തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ നിരന്തരമായി കൊണ്ടുള്ള ആക്രമണങ്ങൾ ഈ പറയപ്പെടുന്ന ഈ ജൂത പട്ടാളക്കാരന്മാർ ഇവന്മാർ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ കേരളത്തിലെ കാസാക്കുട്ടന്മാർ ആരും ഒന്നും കാണുന്നില്ല. കണ്ടിട്ടും കാണാത്ത മട്ടിൽ പ്രതികരിക്കാതെ പോവുകയാണ്. ഞങ്ങൾക്കൊന്നും അതൊന്നിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ സമയമില്ല. ഞങ്ങൾക്കിവിടെ കേരളത്തിൽ മുസ്ലിം വെറുപ്പുണ്ടാക്കണം, മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കണം. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം പരിപാടി, ഇതാണ് ഞങ്ങളുടെ ജോലി, അതാണ് ഞങ്ങളുടെ കർത്തവ്യം. അത് സംഘികൾക്ക് വേണ്ടി ഞങ്ങൾ നല്ലതുപോലെ കിട്ടുന്ന പൈസയ്ക്ക് നല്ലതുപോലെ ഞങ്ങൾ ജോലി ചെയ്യുന്നുമുണ്ട്. ഇതാണ് കാസക്കാരന്മാരുടെ സ്ഥിര പരിപാടി. നോക്കൂ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് എത്രത്തോളം മനസ്സിൽ വേദനയുണ്ടാക്കുന്ന വാർത്തകളാണ് നമ്മളെല്ലാവരും ആലോചിക്കണം. 2 തവണയേ ഈ സ്ത്രീ വാതുറക്കാറുള്ളൂ. ഒന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, മറ്റൊന്ന് തെറിവിളിക്കാനും വർഗീയത പറയാനും. റീന ഫ്രാൻസിസ് ജെറുസലേം എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ സ്ത്രീ തന്നെ ഒരിക്കൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെക്കുറിച്ചും ഇതോടൊപ്പം ഒരു ക്രൈസ്തവ പുരോഹിതനെക്കുറിച്ചും വളരെയധികം മോശമായി കൊണ്ടാണ് സംസാരിച്ചത്. അത്ഭുതം സംഭവിക്കട്ടെ എന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരട്ടെ എന്നും നിങ്ങളോടൊപ്പം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. കണ്ടോ, നിങ്ങൾ കണ്ടോ ഈ ചെറ്റേനെ? ഇവൻ എന്തുവാ, കേരളത്തിലെ തിരുവനന്തപുരത്തിലെ ലാറ്റിൻ കാത്തലിക്ക സഭയുടെ ബിഷപ്പ് എന്ന് പറയുന്നവനാ. ഈ ചെറ്റയാണ് ക്രിസ്ത്യാനികളെ ഒറ്റിക്കൊടുത്തത്. ഇവനാണ് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ കൂട്ടുനിന്നവൻ ഇവനാണ്. ഹിന്ദുക്കളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന് അത്രത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ പറ്റിയത്. കേവലം 15,000 വോട്ടുകൾക്കാ രാജീവ് ചന്ദ്രശേഖർ തോറ്റുപോയത്. അത് തോൽക്കാൻ കാരണമായത് ലാറ്റിൻ കാത്തലിക്കിന്റെ ഈ മെത്രാൻ എന്ന് പറയുന്ന ഈ ചെറ്റ ചെയ്ത കാര്യമാണ്. ഈ പന്നവൻ, ഈ നോറിക്കുണ്ടായവൻ, ഈ തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത പിഴച്ച വഴിയിൽ പിറന്ന ഈ ചെറ്റക്കുണ്ടായവനാണ് അതിന് കാരണമെന്ന്. ആ സ്ത്രീ പച്ചയ്ക്ക് തെറിവിളിക്കുകയാണ് ക്രൈസ്തവ പുരോഹിതനെ. എത്രത്തോളം മോശമായ ഒരു പ്രവർത്തനമാണ്. കണ്ടില്ല, ഇതാണ് ഇവന്മാരുടെ അവസ്ഥ. ഇനിയെങ്കിലും നല്ലവരായ ക്രൈസ്തവ സഹോദരങ്ങൾ ഈ കാസ എന്ന് പറയുന്ന ഈ ക്രിസ്സംഗികളുടെ യഥാർത്ഥ തനിനിറം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് അത് അവർ മാത്രം മതി. ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ എല്ലാം എന്നുള്ള മട്ടിലാണ്. അവരെ സംബന്ധിച്ച് എന്ത് യേശു, എന്ത് ക്രിസ്ത്യൻ. നോക്കൂ, ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജെറുസലേം എന്ന് പറയുന്ന നഗരത്തിലേക്ക് വരുന്ന ക്രിസ്ത്യാനികളായ സഹോദരങ്ങളെ അവിടുത്തെ ജൂതന്മാരായിട്ടുള്ള കുട്ടികളും ആളുകളും ഒക്കെ തല്ലി ഓടിക്കുന്ന, ആക്രമിക്കുന്ന, തെറിവിളിക്കുന്ന, എന്തിനേറെ ദേഹത്ത് തുപ്പി ആട്ടി ഓടിക്കുന്ന ദൃശ്യങ്ങൾ വരെ പുറത്തു വരികയുണ്ടായി. അത്തരം സംഭവങ്ങൾ നിരവധി ഉണ്ടായി. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിരവധി വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും നല്ലവരായ ക്രൈസ്തവ സഹോദരങ്ങൾ ഇവന്മാരുടെ യഥാർത്ഥ തനിനിറം നിങ്ങൾ മനസ്സിലാക്കുക.